സലാം പറഞ്ഞ് ചെന്നപ്പോഴേക്കും പൊയ്ക്കോ, ഇത് പൈസ ഉണ്ടാക്കുന്ന സ്ഥലമല്ല, ഇത് പൈസക്ക് വരുന്ന സ്ഥലമല്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയ സങ്കടമായി പോയി. കോട്ടയിൽ നിന്ന് വണ്ടി വിളിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ അങ്ങ് ഉള്ളിനുള്ളിലേക്ക് കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവർ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, ഇനി പോകണ്ട കേട്ടോ, മൗല നിങ്ങളോട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ചെന്നാൽ ഒരുപക്ഷെ കുരുത്തക്കേട് കിട്ടിയേക്കും. മൗല പറയുന്ന വാക്യതാണ്, ഇത് പൈസ ഉണ്ടാക്കാൻ വരുന്ന സ്ഥലമല്ല, പൊയ്ക്കോ എന്ന്. മൗലയെ കാണാൻ വേണ്ടി പാതിരാത്രിയിൽ കടന്നു ചെന്ന ചില പണ്ഡിതന്മാരെ പോലും മൗല കാണാൻ വിട്ടിട്ടില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാണാൻ വിട്ടിട്ടില്ല. ഒരുപക്ഷെ മനസ്സിനുള്ളിൽ കിടക്കുന്ന നീയത്തുകൾ എന്താണെന്ന് നോക്കിക്കാണാൻ അള്ളാഹുവിന്റെ ചില ഔലിയാക്കൾക്ക് സാധിക്കുമെന്നാണ്. തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങളോട് മൗല പറഞ്ഞത് ഇങ്ങനെയാണ്, പൊയ്ക്കോ, ഇത് പൈസ ഉണ്ടാക്കാൻ വരുന്ന സ്ഥലമല്ല. എന്തേ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടുകാരനായ കോട്ടയത്തോ കായംകുളത്തോ ഉള്ള എന്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം മൗലയോട് 10 വർഷങ്ങൾക്ക് മുമ്പ് മൗലയെ കാണാൻ വേണ്ടി വന്നിട്ട് മഹാനവറുകളോട് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ദുആ ചെയ്തു കൊടുത്തിട്ട് ഇന്ന് അദ്ദേഹം ഒരുപാട് റബ്ബർ എസ്റ്റേറ്റ് ഉള്ള വലിയ മുതലാളിയാണ് എന്റെ നാട്ടിൽ. ഞാനും വിചാരിച്ചു, ഈ മൗലയോടൊന്ന് ദുആ ഇറപ്പിച്ചാൽ എനിക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ. ഞാനത് ചോദിക്കും മുമ്പാണ് എന്നോട് പറയുന്നത്, പൊയ്ക്കോ, ഇത് ദുനിയാവ് ഉണ്ടാക്കുന്ന സ്ഥലമല്ല. എന്റെ മനസ്സിലെ നിയ്യത്ത് പണക്കാരനായി മാറാനാണ്. ഒന്ന് ദുആ ചെയ്ത കുറച്ച് മുതലൊക്കെ ഉണ്ടായെങ്കിലോ അതെന്റെ മനസ്സിലേക്ക് നോക്കിക്കണ്ടുകൊണ്ട് പറഞ്ഞു, എന്നെ അട്ടിപ്പറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ മൗല ഇവർക്ക് മരണപ്പെട്ടു, അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാമുന മാലിക് തങ്ങൾ പറഞ്ഞു, ഉഖ്റുജ്, പൊയ്ക്കോ എന്ന് പറഞ്ഞു. പൊയ്ക്കോ. ആ കുട്ടിക്ക് പഠിക്കാനുള്ള വല്ലാത്ത ജിജ്ഞാസയുണ്ട്. മാലിക് ഇമാമിന്റെ സദസ്സിലേക്ക് സമ്മതമില്ലാതെ കയറി വരും. സമ്മതം ചോദിക്കാതെ ക്ലാസ്സിനുള്ളിലേക്ക് കയറി വരും. ഇമാം അവറുകളെ എനിക്ക് വല്ലതും പറഞ്ഞു തരണം, ഹദീസ് പറഞ്ഞു തരണം എന്ന് പറയും. അങ്ങനെ ഒരിക്കൽ കുട്ടിയുടെ അച്ചടക്കത്തിൽ ചില വിഷമം കണ്ടപ്പോ മാലിക് ഇമാം അവരുടെ ഖാദിമിനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു 15 അടി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതൊരു 15 അടി കൊടുക്കുമെന്ന് പറഞ്ഞു. കുട്ടിയെ കൊണ്ടുപോയി 15 അടി അടിച്ചു. കുട്ടിക്ക് വല്ലാത്ത സങ്കടമായി പോയി. ഈ കുട്ടി എന്ന് പറയുന്നത് പിൽക്കാലത്ത് വന്ന ഇമാമുന ബുഖാരി തങ്ങളുടെ ഉസ്താദാണ്, ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി. ബുഖാരി ഇമാമിന് ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി പ്രധാനപ്പെട്ട ഗുരുനാഥനാണ്. വേറെയും ഉസ്താദുമാരിൽ ഒരാളാണ് ഈ പറയുന്ന ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി. 15 അടി കിട്ടി. ഇമാം അവറുകൾ പള്ളിയിലേക്ക് പോകുന്ന പോക്കിൽ ആ കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. പറഞ്ഞു, ഇമാമേ, ലഖദ് ളലംതനി, നിങ്ങൾ എന്നെ വല്ലാതെ ആക്രമിച്ചു അല്ലേ ഇമാമേ. ശൈഖ് അവറുകളോട് ഞാൻ എന്താ ചോദിച്ചത്? ഹദീസ് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. ഹദീസ് ചോദിച്ചിട്ട് എനിക്ക് അടിയാ കിട്ടിയത്, 15 അടി. എനിക്ക് വല്ലാത്ത വിഷമുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിന് പരാതി പറയും കേട്ടോ, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും റബ്ബിനോട്, അള്ളാഹുവിനോട്. ഇമാം അവറുകൾക്ക് വല്ലാത്ത വിഷമം തോന്നി. മോനെ, മോനെ എനിക്ക് മാപ്പ് തരണം. ശൈഖ് അവറുകളല്ല അടിച്ചത്, ഗുരുനാഥന്റെ ആജ്ഞപ്രകാരം ഖാദിമാണ് അടിച്ചത്. എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. കൈഫ തർദാ, മോൻ എങ്ങനെയാണ് തൃപ്തിപ്പെടുന്നത്? എന്ത് ചെയ്താലാണ് മോൻ എന്നോട് തൃപ്തിയുണ്ടാവുക? എനിക്ക് പൊരുത്തം തരിക. ഇമാമേ, ഹദ്ദിസിനി അൻ കുല്ലി ദർബത്തിൻ ദറബ്തഹാ, നിങ്ങൾ എന്നെ അടിച്ച ഓരോ അടിക്കും പകരം നിങ്ങൾ എനിക്ക് ഹദീസ് പറഞ്ഞു തരണം, എന്നാ ഞാൻ പൊരുത്തപ്പെട്ടു തരാം. അങ്ങനെ പള്ളിക്ക് പോകുന്ന പോക്കിൽ ഹദ്ദസനി ഫുലാനുൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് 1, ഹദീസ് 2. 15 അടി കിട്ടിയപ്പോ 15 ഹദീസുകൾ അതിന്റെ പകരം ചോദിച്ചു വാങ്ങി മഹാനായ ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ന് ഉസ്താദ് അടിച്ചാൽ പോലീസ് കേസായി പോകും ചിലപ്പോ അല്ലെ. ഉസ്താദന്മാര് ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടിയെ അടിച്ചാൽ അത് വലിയ കേസാണ്, വലിയ പരാതിയാണ്. PTA യോഗങ്ങളിലൊക്കെ വലിയ ചർച്ച ചിലപ്പോൾ അതായിരിക്കും. PTA കമ്മിറ്റി നടത്തുന്ന പരിപാടി ആയതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അന്ന് അങ്ങനെയല്ല. ഒരുപാട് അടിച്ചോളൂ, ഒരുപാട് ഹദീസും പറഞ്ഞു തന്നോളൂ, കുഴപ്പമില്ല.
അങ്ങനത്തെ മഹാനാണ്, വിജ്ഞാനത്തിന്റെ കുതുകിയായിരുന്നു മഹാനായ ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി. വിജ്ഞാനത്തിന്റെ മഹത്വവും വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കി സ്വന്തം വാപ്പയാണ് 20 ദീനാർ വീട് വിറ്റ കാശ് കയ്യിൽ കൊടുത്തു, മോൻ യാത്ര പോയിക്കോ എന്ന് പറഞ്ഞ് ഡമസ്കസിൽ നിന്ന് ഇങ്ങ് ദൂരേക്ക് സൗത്ത് ഈസ്റ്റിലേക്ക്, സൗദി അറേബ്യയുടെ ഏതാനും മക്കയോടടുത്ത നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര ചെയ്യിപ്പിക്കുകയാണ്, മദീനയിലേക്ക്, സ്വന്തം വാപ്പ. അല്ലാഹു നമ്മെ വിജ്ഞാനം കൊണ്ട് അനുഗ്രഹിക്കുകയും വിജ്ഞാനം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഭരണം നടത്തുന്ന കാലം. അന്ന് മദീനയിൽ ഒരു ജഡ്ജുണ്ട്. മദീനയിലെ ജഡ്ജ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മദീനയിലെ ജഡ്ജ്, മദീനയിലെ ജഡ്ജായ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് അമീറുൽ മുഅ്മിനീൻ അല്ല കേട്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിലെ ജഡ്ജാണ്, ന്യായാധിപനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു വർഷം മദീനയിൽ കേസ് നടത്തുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഒരു വർഷം കേസ് നടത്തിയപ്പോ ഒരു കേസ് പോലും ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലേക്ക് വന്നില്ല, ഒന്നുപോലും വന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത് 2 വർഷമാണ്. 2 വർഷമാണ് ഭരണം നടത്തിയത്. അന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കൂല, സിദ്ദീഖ് എന്നവരെ അമീറുൽ മുഅ്മിനീൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. അവരെ വിളിക്കുക യാ ഖലീഫത്ത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ. ഉമർ തങ്ങളുടെ കാലം മുതലാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോ സിദ്ദീഖ് എന്നവർ നിയോഗിച്ചിരിക്കുകയാണ്, സിദ്ദീഖ് എന്നവർ ഖലീഫയാണ്. പക്ഷേ മദീനയിൽ ഒരു ജഡ്ജ് വേണം. ആ ജഡ്ജാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു വർഷം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്നവരുടെ അരികത്ത് വന്ന് പറഞ്ഞു, യാ ഖലീഫത്ത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ, മിനൽ ഖളാ, ജഡ്ജ് എന്ന പദവിയിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ്, എന്നെ ഒന്ന് ഒഴിവാക്കി തന്നേക്കണം, ഞാൻ ജഡ്ജ് ആവണില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമിൻ മശഖത്തിൽ ഖളാഇ തത്ലുബുൽ ഇഅഫാഅ യാ ഉമർ, ഉമറേ, വിധി പറയുക എന്ന, ന്യായാധിപനാവുക എന്ന ജോലി പ്രയാസകരമായതുകൊണ്ടാണോ 1 വർഷം നിങ്ങൾ ജോലി ചെയ്തിട്ട് എന്നെ ഒഴിവാക്കണമെന്ന് പറയുന്നത്? പ്രയാസം കൊണ്ട് പറയാണോ? ഉസ്താദ് നാട്ടിൽ നിന്ന് പോവാണെന്ന് പറയാണ്, ചോദിക്കൂലേ കമ്മിറ്റിക്കാരെ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ, എന്തിനാണ് ഈ രാജിവെക്കുന്നത്? സ്വാഭാവികമാണ്. അമിൻ മശഖത്തിൽ ഖളാഇ തത്ലുബുൽ ഇഅഫാഅ യാ ഉമർ, ഉമറേ, നിങ്ങൾക്ക് ന്യായാധിപനായി ജോലി ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ടാണോ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളോട് ഉമർ തങ്ങളുടെ മറുപടി, അല്ല അമീറുൽ മുഅ്മിനീൻ, അല്ല ഖലീഫത്തു റസൂലില്ലാഹ്, എന്റെ പ്രശ്നം ജോലി ഭാരം കൊണ്ടല്ല. 1 വർഷം ഞാൻ ന്യായാധിപനായി ജോലി ചെയ്തതിന്റെ ശേഷം 365 ദിവസത്തിനിടക്ക് ഒരു മഖ്ലൂഖ് പോലും ഒരു പരാതിയുമായി എന്റെ മുമ്പിൽ വന്നിട്ടില്ല. ലം യഖ്തസിം ഇലയ്യ ഇസ്നാൻ, 2 ആളുകൾ പോലും ഒരു കേസുമായി എന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ ജോലി ചെയ്യുന്നത്? എന്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്? ഒരു കേസ് പോലും വന്നിട്ടില്ല. നമ്മുടെ കുടുംബ കോടതിയിലൊക്കെ എത്ര കേസുകളാണ് നടക്കുന്നത്? ഒരു ദിവസം ഒന്ന് തൊലാക്ക് തരീൻ, ഒന്ന് തൊലാക്ക് തരീൻ, ഒന്ന് ഒഴിവാക്കി തരീൻ, ഒന്ന് ചെലവിന് തരീൻ, എനിക്ക് വേണ്ട, മതിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ദുൽമ ചെയ്തുകൊണ്ടുള്ള കേസുകൾ എമ്പാടും നമ്മുടെ കുടുംബ കോടതിയിലൊക്കെ ഇഷ്ടം പോലെ നടക്കാൻ, ഇഷ്ടം പോലെ കേസുകൾ. അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രാജിക്കത്ത് കൊടുത്തത്, തന്റെ ന്യായാധിപൻ എന്ന സ്ഥാനം വഹിക്കുമ്പോ ഒരു കേസ് പോലും തന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. എന്തുകൊണ്ട്? അറഫ കുല്ലും മിൻഹും മാ ലഹു മിൻ ഹഖ്,
ഓരോരുത്തർക്കും മനസ്സിലായി ഓരോരുത്തരുടെയും അവകാശം എന്താണ് എന്ന്. മാ ലഹു മിൻ ഹഖ്, ഓരോരുത്തരുടെയും അവകാശം എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫലം യത്ലുബ് അക്തറ മിൻ, തന്റെ അവകാശത്തെക്കാൾ കൂടുതൽ ആരും ചോദിച്ചില്ല. ഓരോരുത്തർക്കും അറിയാം മാ അലൈഹി മിൻ വാജിബ്, ഓരോരുത്തരുടെയും ബാധ്യതകൾ എന്താണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ ബാധ്യത നിർവഹിക്കുന്നതിൽ ആരും വീഴ്ച വരുത്തുകയും ചെയ്തില്ല. വഹബ്ബ കുല്ലും മിൻഹും ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, ഓരോരുത്തരും താനെന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് തന്റെ അയൽവാസിക്കും വരണമെന്ന് ആഗ്രഹിച്ചു. ഓരോരുത്തരും തനിക്കെന്ത് ഇഷ്ടമാണോ അതിന്റെ കൂടെയുള്ള ആളുകൾക്ക് വരണം എന്ന് ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും രോഗിയായാൽ അവരെ പോയി അന്വേഷിക്കുന്നു. ആരെങ്കിലും കാണാതെയായാൽ അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു. ആരെങ്കിലും വയ്യാതെയായാൽ അവരെ പോയി ശുശ്രൂഷിക്കുന്നു. എന്തെങ്കിലും ആവശ്യം വരുമ്പോ എല്ലാവരും കൂടി അവരെ സഹായിക്കുന്നു. ആർക്കെങ്കിലും വീട്ടിൽ മരണം സംഭവിച്ചാൽ അവർ പോയി അനുശോചനം അറിയിക്കുന്നു. അവരുടെ സ്വഭാവം നന്മ കൊണ്ട് കൽപ്പിക്കലാണ്, തിന്മ വിരോധിക്കലാണ്. ഇങ്ങനത്തെ ഒരു സമൂഹം എങ്ങനെയാണ് തർക്കിക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ, അവരിൽ തർക്കമില്ല. പിന്നെ എന്തിന് ഞാൻ ഖാദിയായി ജോലി ചെയ്യണം? തർക്കമില്ലല്ലോ, പ്രശ്നങ്ങളില്ലല്ലോ. ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃകകളിലെ ഏറ്റവും അസുലഭ മുഹൂർത്തമാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അനാവരണം ചെയ്യുന്നത്. തർക്കങ്ങളില്ലാത്തൊരു കാലം, ബുദ്ധിമുട്ടുകളില്ലാത്ത കാലം, ആരും ആരെയും ആക്രമിക്കാത്തൊരു കാലം. ആ അപേക്ഷ മാനിച്ചുകൊണ്ട് മദീനയിൽ പിന്നെ ഒരു ജഡ്ജിയെ ആവശ്യമായി വന്നിട്ടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം. അല്ലാഹു തആല നന്മ നിറയുന്നൊരു സമൂഹത്തെ ഈ ഉമ്മത്തിന് അല്ലാഹു ദാനം ചെയ്യട്ടെ. നന്മയിൽ ജീവിക്കുന്നവർ, നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ, അധർമ്മത്തിനെതിരെ പടപൊരുതുന്നവർ, കൂട്ടുകാർക്കും നാട്ടുകാർക്കും നന്മയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്തവർ, കൂടപ്പിറപ്പുകളോട് കാരുണ്യം തോന്നുന്നവർ, പരസ്പരം ബന്ധുജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നവർ, തന്റെ അവകാശത്തിൽ ഒന്നുപോലും ഒരൽപ്പം പോലും ഏറെ ചോദിക്കാത്തവർ, തന്റെ ബാധ്യതകളിൽ ഒരൽപ്പം പോലും വീഴ്ച വരുത്താത്തവർ, ആ ഒരു സമൂഹമാണ് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല സമൂഹമെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞ സമൂഹത്തിന്റെ ചിത്രമതാണ്. അല്ലാഹു നമ്മയൊക്കെ ആ സ്വഭാവത്തിലേക്ക് മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെയാണ് തർക്കമുണ്ടാവുക? എവിടെയാണ് പിന്നെ തർക്കം? ചരിത്രത്തിന്റെ മറ്റൊരു മുഹൂർത്തത്തിലേക്ക് കടക്കുന്നു. ചരിത്രത്തിന്റെ നെറ്റിയിൽ ഒരുപാട് സ്നേഹത്തിന്റെ ചുംബനം ചാർത്തപ്പെട്ട ഒരു സംഭവം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോ ഹിജ്റയുടെ 19ാമത്തെ വർഷം റോമക്കാരുമായൊരു യുദ്ധം നടക്കുന്നു. റോം എന്ന അറബിയിൽ പറയുമ്പോ മുതഅല്ലിമീങ്ങൾ എഴുതിക്കുന്നുണ്ട്, റോം എന്ന് പറയുമ്പോ തുർക്കിയാണെന്ന് ഉദ്ദേശം. റൂമിയ എന്ന് പറയുമ്പോഴാണ് ഇറ്റലിയുടെ ഭാഗമായ റോം എന്ന നഗരം ഉദ്ദേശിക്കുന്നത്. റോം എന്ന നഗരമാണെങ്കിൽ അതിന് റൂമിയ എന്ന് പറയും. റോം എന്ന് മാത്രം പറഞ്ഞാൽ അന്നുദ്ദേശം തുർക്കിയാണ്. കാരണം അവിടെയായിരുന്നു യൂറോപ്യന്മാർ ഭരണം നടത്തിയിരുന്നത്. റോം എന്ന വാക്കിന് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്താൽ അതിനർത്ഥം യൂറോപ്യൻ എന്നാണ്. റൂമിയ് യൂറോപ്യൻ, സുഹൈബ് റൂമിയ് യൂറോപ്യനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. നബിയുടെ സ്വഹാബികളിൽ വിവിധ കോണ്ടിനെന്റുകളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. വിവിധ വൻകരകളിൽ നിന്ന് സ്വഹാബിമാർ ഹബീബിന്റെ കൂട്ടത്തിലുണ്ട്. അതിൽ യൂറോപ്യരുണ്ട്, ആഫ്രിക്കൻ വൻകരക്കാരുണ്ട്, ഏഷ്യക്കാരുണ്ട്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റോമക്കാരുമായ ഒരു യുദ്ധം നടക്കുമ്പോ ഹിജ്റയുടെ 19ാമത്തെ വർഷം. അന്ന് റോമൻ സീസറുണ്ട്, റോമൻ ഹിറക്കലുണ്ട്. അദ്ദേഹം തന്റെ സൈന്യത്തിന് ഉത്തരവ് കൊടുത്തു, മുസ്ലിമീങ്ങളിൽ ആദർശധീരതയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കിട്ടുകയാണെങ്കിൽ, ആദർശധീരതയുള്ള ഒരു മുസ്ലിമിനെ കാണുകയാണെങ്കിൽ നമുക്കവരെ വേണം, നമുക്കവരെ ആവശ്യമുണ്ട്. ക്രിസ്ത്യാനിസം ഒന്ന് ശക്തിപ്പെടുത്താൻ,
ക്രിസ്ത്യാനിസം ഒന്ന് ശക്തിപ്പെടുത്താൻ മുസ്ലിമീങ്ങളിലെ ധീരതയുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കിട്ടിയാൽ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്തെങ്കിലും പ്രലോഭനങ്ങൾ ചെയ്ത് ആ മനുഷ്യനെ ക്രിസ്ത്യാനിയാക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യനിലൂടെ ക്രിസ്തീയ മതത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അത്തരക്കാൽ ഒരാളെ കൊണ്ടുവരണം. മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ ക്യാപ്റ്റീവുകളായി യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുന്നു. അതിലൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയെ കൊണ്ടുവന്നു ഹിറഖിൽ രാജാവിന്റെ മുമ്പിലേക്ക്. ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്താണ് സമ്മാനമായി നൽകേണ്ടത്? ഇൻതനസ്വർ, നിങ്ങൾ ക്രിസ്ത്യാനിയായി കുരിശ് ധരിച്ച് ഞങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ എന്തു തരണം? ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദർശത്തിന് വേണ്ടി ജീവിച്ചു എന്നതാണ്. മനുഷ്യൻ മനുഷ്യനാകുന്നത് എന്തിന് ജീവിക്കുന്നു എന്ന ആദർശബോധമുണ്ടാകുമ്പോഴാണ്. മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാകുന്നത് നമ്മെ സൃഷ്ടിച്ചത് ഏകനായ ഒരുത്തനാണ്, അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. മഹാനായ സ്വഹാബിയോട്, നിങ്ങൾ എന്റെ മതത്തിലേക്ക് വരികയാണെങ്കിൽ എന്റെ രാജാധികാരം നിങ്ങൾക്ക് ഞാൻ പകുത്തു നൽകാം എന്ന് ഓഫർ ചെയ്തു. അപ്പോഴാണ് രാജാവിനോട് സ്വഹാബിയുടെ മറുപടി, ഹൈഹാച്ച 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 ഹൈഹാച്ച് ഇന്നൽ മൗത ലഅഹബ്ബു ഇലയ്യ അൽഫ മറ മിമ്മാ തദ്ഊനനി ഇലൈഹി. നിങ്ങളെ വിളിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മരണമാണല്ലോ. ഞാൻ മരിക്കാനാണ് തയ്യാറ്. എന്തിനാ എനിക്ക്? എന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനായ, കണ്ണുകൾക്കതീതനായ, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത എന്നാൽ കണ്ണുകളെ പടച്ചു തന്നവൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനായ അള്ളാഹുവാണെന്നും ആ പ്രപഞ്ചനാഥൻ മനുഷ്യർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ജീവിത മാർഗം പറഞ്ഞു കൊടുക്കാൻ ആയിരക്കണക്കിന് ദൂതന്മാരെ പറഞ്ഞയച്ചതിൽ അന്ത്യദൂതരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ അംഗീകരിക്കുന്നു. അത് വിട്ടു പോരാൻ രാജാധികാരമല്ല, നിങ്ങളുടെയോ അറബികളുടെയോ അനർബികളുടെയോ കയ്യിലുള്ള രാജാധികാരമോ വസ്തുക്കളോ മുഴുവനും എന്റെ കയ്യിൽ തന്നാൽ പോലും ഞാനതിന് തയ്യാറല്ല. മഹാനായ ഈ സ്വഹാബി, ലൗ അഅതൈതനി ജമീഅ മാ തംലികുൽ അറബ് വൽ അജം അലാ അൻ അർജിഅ അൻ ദീനി മുഹമ്മദിൻ മാ ഫഅൽത്. എന്റെ മതത്തിൽ നിന്ന് രാജിവെക്കുകയും നിങ്ങളുടെ ക്രിസ്ത്യാനിസത്തിലേക്ക് ഞാൻ വരികയും ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനു പകരം നിങ്ങൾ എന്ത് തന്നാൽ തന്നെയും ഞാൻ അതിന് ഒരുക്കമല്ല എന്ന് മഹാനായ ഈ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോഴാണ് രാജാവിന് തോന്നിയത്, ഇദ്ദേഹത്തെ വകയിലാക്കാൻ, വരുതിയിലാക്കാൻ ഇനി എന്താണ് മാർഗമുള്ളത്? മുസ്ലിം ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ദൗർബല്യമായി കിടക്കുന്ന ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം വ്യഭിചാരമാണല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്ന 26 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരനോട് വ്യഭിചാരത്തിന്റെ തുരുപ്പ് ചീട്ട് കാട്ടി ആ മഹാനായ സ്വഹാബിയെ ക്രിസ്ത്യാനിസത്തിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അയാളെ ഉപയോഗിച്ചുകൊണ്ട്, സ്വഹാബിയെ ഉപയോഗിച്ച് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ മതത്തെ ശക്തിപ്പെടുത്തണമെന്ന് റോമാ ഭരണാധികാരിയുടെ നിർദ്ദേശമായിരുന്നു. കാരണം മുസ്ലിമീങ്ങളുടെ ആദർശ ധീരതകളെ കുറിച്ച് അവർക്കറിയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി ഇരിക്കുന്ന റൂമിലേക്ക് തന്നോടൊപ്പം എത്രയോ വേറെയും മുസ്ലിമീങ്ങൾ അവിടെ ബന്ദികളായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകൾ ഇരിക്കുന്ന റൂമിലേക്ക് യൂറോപ്പുകാരിയായ, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെറുപ്പക്കാരി പെണ്ണിനെ ആ റൂമിലേക്ക് പറഞ്ഞേക്കുകയും നിന്റെ ദൗത്യം അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയിലൂടെ വ്യഭിചാരം ചെയ്യണമെന്നതാണ്. ആ ദൗത്യ നിർവഹണത്തിന് യൂറോപ്പുകാരിയായ അതിസുന്ദരിയായ ഒരു പെണ്ണിനെ, ഒരു അഭിസാരികയെ പറഞ്ഞയക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു ഒറ്റക്കൊരു റൂമിലാണ്, വാതിലടച്ചിരിക്കുന്നു. അല്ലാഹുമ്മ അൻത മലാദി അൻത ഔനി, അല്ലാഹുവേ നീയാണ് എനിക്ക് അഭയം, അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ.
പിശാചെന്നോട് ദുർബോധനം ചെയ്യുന്നു, റബ്ബേ നീ എന്നെ കാക്കേണമേ. യൂസുഫ് അലൈഹിസ്സലാമിനെ നീ കാത്ത പോലെ വിവാഹിതനായിട്ടില്ലാത്ത ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള സമയത്ത് നല്ല സുമുഖനായ സ്വഹാബി 26 വയസ്സിന്റെ യൗവനത്തിൽ കഴിയുമ്പോഴാണ് കണ്ണുകൾ ചെമ്മുകയും ഈ പെണ്ണ് വരുന്നിടത്തെല്ലാം റൂമിന്റെ മൂലയിൽ നിന്ന് മൂലയിലേക്ക് തലതാഴ്ചക്കൊണ്ട് അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തേണമേ, ഒരു തിന്മയിൽ ചെന്ന് പതിക്കാതെ എന്നെ കാക്കേണമേ എന്ന് നിലവിളിച്ച് കരയുകയും അല്ലാഹുവിനെയും പരലോകത്തെയും ഓർത്ത് ആ പെണ്ണിലേക്ക് നോക്കുക പോലും ചെയ്യാതിരുന്നപ്പോഴാണ് വാതിൽക്കൽ തുരുതുര ആ പെണ്ണ് മുട്ടുന്നത്. ആളുകൾ തുറന്നു കൊടുത്തു. അന്നത്തെ പാപ്പരാശികൾ, അന്നത്തെ ഫിത്നയുടെ അംബാസഡർമാർ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും ആക്ഷേപിക്കാനും മുസ്ലിമായൊരു യുവാവിന്റെ വിശ്വാസം ഒരു പെണ്ണിന്റെ മുമ്പിൽ അടിയറ വെച്ചു എന്ന് മാലോകരെ പറഞ്ഞറിയിക്കാനും മുസ്ലിമീങ്ങളെ അപമാനിക്കുവാനും ആ നാട്ടുകാരായ ആളുകൾ വാതിൽക്കൽ സുസജ്ജമായി നിൽക്കുകയാണ്. ചോദിച്ചു എന്തു പറ്റിയെന്ന്. ആ പെണ്ണ് പറയുന്നു, ഞാനൊരു ആണാണോ പെണ്ണാണോ എന്ന് പോലും എനിക്കറിയില്ല. ഞാനൊരു ആണോ പെണ്ണോ എന്നെനിക്കറിയില്ല. എന്റെ ശരീര സൗന്ദര്യവും വശ്യതയും മുഴുവൻ ഞാൻ പ്രകടിപ്പിച്ചിട്ട് പോലും ആ മനുഷ്യൻ എന്നെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. നിങ്ങൾ എന്നെ കൊണ്ടാക്കിയത് ഒരു മനുഷ്യന്റെ മുമ്പിലേക്കോ അതല്ല ഒരു പാറക്കല്ലിന്റെ മുമ്പിലേക്കോ. ആ മനുഷ്യന് വികാരമില്ല, ആ മനുഷ്യന് പെണ്ണുങ്ങളിൽ അഭിലാഷമില്ല, ആ മനുഷ്യനിൽ വൈകാരിക ത്വരകളില്ല. അപ്പോഴാണ് ഹിറക്കിൽ രാജാവ് പറഞ്ഞത്, ഈ മനുഷ്യനെ ഇനി പ്രകോപനത്തിന്റെ മാർഗത്തിലൂടെ സ്വീകരിക്കാം. പറഞ്ഞു, ഇല്ലം തതനസ്വർ, നിങ്ങൾ ക്രിസ്ത്യാനിയായില്ലെങ്കിൽ സത്തുസുലഭ്, നിങ്ങളെ കുരിശിൽ തറക്കാൻ പോകുന്നു. കുരിശിൽ തറച്ചു എന്ന് പറഞ്ഞാൽ കൈകാലുകൾ ബന്ദിയാക്കി ആ കൈയിലേക്കും കാലിലേക്കും തുരുതുര അമ്പയ്യാനാ പറയുന്നത്. എന്നാൽ രാജാവ് പറഞ്ഞു, ഹുദാഫത്തു സഹ്മിയുടെ ദേഹത്ത് കൊള്ളരുത്, ശരീരത്തിൽ കൈകാലുകൾ കരികത്തേക്ക് നിങ്ങൾ അമ്പെയ്തുകൊണ്ടിരിക്കുക. അയാൾ പേടിച്ചെങ്കിലും മതം മാറിയാലോ എന്ന് വിചാരിച്ച് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹ്മി എന്ന ചെറുപ്പക്കാരൻ. നമ്മൾ ആലോചിക്കണേ ചെറുപ്പക്കാരെ, പ്രലോഭനമായതിന്റെ ശേഷം മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നത് വെറും വൈകാരികമായ ഭ്രാന്തിന് വേണ്ടി മാത്രം. അഭിനവ ലോകത്തെ ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് 26കാരനായ ഹബീബിന്റെ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹ്മി എന്ന ചെറുപ്പക്കാരൻ യൂറോപ്പിൽ, അങ്ങ് തുർക്കി ഭരിക്കുന്ന യൂറോപ്യരാണ്. തുർക്കിയിൽ വെച്ച് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹിജ്റയുടെ 19ാമത്തെ വർഷം വളരെ മനോഹരമായ ഈമാനിന്റെ അതിശക്തമായ ഈമാനിക പ്രഭയുടെ തിളക്കത്തിന്റെ മാതൃക കാണിച്ച മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അവരുടെ ഈമാനിന്റെ 100ൽ 1 അംശമെങ്കിലും നമ്മുടെ ഖൽബുകളിൽ, ഈ ഉമ്മത്തിന്റെ ഖൽബുകളിൽ കെടാതെ അല്ലാഹു സൂക്ഷിക്കുകയാണെങ്കിൽ അതെത്ര സൗഭാഗ്യമാണ്. കൈകാലുകളിലേക്ക് അമ്പെയ്യാൻ വേണ്ടി പറഞ്ഞു. യാതൊരു പേടിയില്ല എന്ന് കണ്ടപ്പോ താഴെ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. താഴിറക്കിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ കൺമുമ്പിൽ വെച്ച് അദ്ദേഹം ചെയ്തത് ലോകത്തൊട്ടു വളരെ ഭരണാധികാരികൾ ചെയ്ത പോലെ ഒരു വലിയ കലം കൊണ്ടുവന്നു, ഒരു ചെമ്പ് നിറയെ എണ്ണയൊഴിച്ചു. ഒരു മനുഷ്യന് മുങ്ങിക്കുളിക്കാൻ മാത്രം ആഴമുള്ള ഒരു ചെമ്പ്. ഇത് ലോകത്തെ തുല്യതയില്ലാത്ത ക്രൂരതയാണ്. മുസ്ലിമീങ്ങളോട് ആദർശത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ എന്നും ബലിയാടുകളായിട്ടുണ്ട്. ആദർശ ധീരത പ്രകടിപ്പിച്ചതിന്റെ പേരിൽ മുസ്ലിമീങ്ങളോട് ക്രൂരതകൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ എന്ന ഒരു ചെറുപ്പക്കാരനെ തന്റെ ഭാഗത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഒരു ചെമ്പ് നിറയെ എണ്ണ ഒഴിച്ച് അത് തിളച്ചു മറിഞ്ഞപ്പോ മുസ്ലിമീങ്ങളിൽ ബന്ദികളാക്കിപ്പെട്ട 2 ചെറുപ്പക്കാരെ, 2 സ്വഹാബികളെ കൊണ്ടുവരികയും ആ സ്വഹാബിമാരോട് ഇവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപിരിയുകയും ക്രിസ്ത്യാനിസത്തിലേക്ക് വരികയും ചെയ്തില്ലെങ്കിൽ ഇതാ ഇവരെ ചെയ്യുന്ന പോലെ നിങ്ങളെയും ഞാൻ കൊന്നുകളയും. ചെയ്തത് മറ്റൊന്നുമല്ല, തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണയിലേക്ക്, നമുക്കത് ഓർക്കാൻ പോലും പ്രയാസം, തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണയിലേക്ക്
റോമാ സീസറിന്റെ കാപാലികന്മാർ കൈകാലുകൾ വരിഞ്ഞു മുറുക്കി 2 സ്വഹാബിമാരെയാണ് ജീവനോടെ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടത്. ഏതാനും മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. ഒന്ന് വാവിട്ട് കരയാൻ പോലും കഴിയാതെ ആ വെളിച്ചെണ്ണയിൽ മുങ്ങി എല്ലുകൾ മാത്രമായി ആ മഹാന്മാരായ സ്വഹാബിമാരുടെ എല്ലുകൾ മേലോട്ട് പൊങ്ങി വരുന്നു. 2 സ്വഹാബിമാർ. അല്ലാഹു അവർക്ക് ഷഹാദത്തിന്റെ ഏറ്റവും മഹിതമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മുമ്പിലാ പറഞ്ഞത്, അബ്ദുല്ലാ, ഇതുപോലെ നിങ്ങളെയും ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹമിയുടെ കണ്ണുകളിൽ കണ്ണുനീർ കാണുന്നു. കണ്ണുനീർ കണ്ടപ്പോ അവരെ വിചാരിച്ചു മനം മാറ്റമുണ്ടായെന്ന്. കൈസർ, അവിടുത്തെ സീസർ രാജാവിന്റെ ആളുകൾ ചോദിച്ചു, മനം മാറ്റമുണ്ടോ? രാജാവിനോട് പറയണോ നിങ്ങൾ ക്രിസ്ത്യാനിയാവുന്നു എന്ന്? പറഞ്ഞു, അല്ല അല്ല, ഒരിക്കലുമല്ല. ഞാൻ കരയാൻ പോകുന്നത് അള്ളാഹുവിന് വേണ്ടി ഒരു ശരീരമല്ലേ എനിക്ക് സമർപ്പിക്കാനുള്ളൂ. എന്റെ ഒരു ശരീരമല്ലേ ഈ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് നിങ്ങൾക്ക് എടുത്തെറിയാൻ കഴിയൂ. ഒന്നല്ലേ എന്റെ കയ്യിലുള്ളൂ. ഞാൻ കൊതിച്ചു പോവുകയാണ്. വധിച്ചു ലൗകാനലി അദദ ശഅരി ജിസ്മ, എന്റെ ശരീരത്തിലെ രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എനിക്ക് ശരീരമുണ്ടായിരുന്നുവെങ്കിൽ ആ ശരീരങ്ങളിൽ ഓരോന്നോരോന്ന് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഈ തിച്ചൂളയിലേക്ക് തിളച്ചു പറയുന്ന എണ്ണയിലേക്ക് എന്റെ രോമങ്ങളുടെ എണ്ണങ്ങൾക്കനുസരിച്ച് ശരീരങ്ങൾ 1000 എനിക്ക് മിനിമം ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവൻ എനിക്ക് നൽകാമായിരുന്നല്ലോ. പടച്ചവനെ, എന്റെ ഒരു ശരീരം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് തരാൻ എന്റെ കയ്യിലില്ലല്ലോ. ആ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നത്. കൈസർ രാജാവ് മൂക്കത്ത് വിരൽ വെച്ചു പോയി. ഇങ്ങനെയുമുണ്ടോ ഒരു സമൂഹം? ആദർശത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹം, ഇത്രയും ബലിഷ്ഠമായ, ഇത്രയും സുസജ്ജമായ, ഇത്രയും അടിയുറച്ച വിശ്വാസമുള്ള ഒരു സമൂഹം മുസ്ലിമീങ്ങളല്ലാതെ ലോക ചരിത്രത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാത്തവരൊക്കെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകോപനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മിയെ ഒരു നിലക്കും തടയാനോ തകർക്കാനോ വിശ്വാസം ചോർത്തിയെടുക്കാനോ കഴിയില്ലെന്ന് കണ്ടപ്പോഴാണ് നീചമായ അവസാനത്തൊരടവ് കൂടെ കൈസർ രാജാവ്, സീസർ രാജാവ് പയറ്റി നോക്കുന്നത്. മറ്റൊന്നുമല്ല, 3 ദിവസം ഒരു റൂമിൽ അടച്ചുപൂട്ടുന്നു. ആ റൂമിനുള്ളിൽ മലമൂത്ര വിസർജനത്തിനൊരു ഭാഗമുണ്ട്. ഭക്ഷണമായി ഒന്നും കൊടുക്കാതെ ഒരു കുപ്പി കള്ളും അതുപോലെ തന്നെ പന്നിമാംസം, ഒരു പ്ലേറ്റ് ഭക്ഷണമായി പന്നിമാംസവും മദ്യവും ആ റൂമിൽ ആക്കി കൊടുത്ത് മഹാനായ സ്വഹാബിയെ 3 ദിവസമാണ് പൂട്ടിയിട്ടത്. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് മരണം വരുമോ എന്ന് പോലും അവർ പേടിച്ചു. 3 ദിവസമായിട്ടും ആ മദ്യമൊന്ന് തൊടാനോ പോർക്ക് പന്നിമാംസം ഒന്ന് കഴിക്കാനോ മഹാനായ സ്വഹാബി തയ്യാറാവാതെ കഴുത്ത് പോലും ഒടിഞ്ഞു കിടന്ന് മരണം വരിക്കാറായി, തളർന്ന് ദാഹിച്ച് വിശന്ന് 3-ാമത്തെ ദിവസം മഹാനായ സ്വഹാബിയെ ആ റൂമിൽ നിന്ന് പുറത്തു കടത്തുമ്പോൾ കൈസർ ചോദിച്ചു, അബ്ദുല്ലാ, നിങ്ങൾ എന്തുകൊണ്ടാണ് പന്നിമാംസവും ആ മദ്യവും കഴിക്കാതിരുന്നത്? മഹാനവറുകൾ പറഞ്ഞു, ഗത്യന്തരമില്ലെങ്കിൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഗത്യന്തരമില്ലെങ്കിൽ, മരണം വരിക്കുകയാണെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി മദ്യമോ അതുപോലെ തന്നെ പന്നിമാംസമോ ജീവൻ നിലനിർത്താൻ മാത്രം അനുവദനീയമാണ് എന്ന മസല എനിക്കറിയാം, എനിക്കത് ബോധ്യമുണ്ട്. എന്നാൽ തന്നെയും ഞാൻ ആ മദ്യവും പന്നിമാംസവും കഴിക്കുമ്പോൾ അത് കണ്ടിട്ട് മുസ്ലിമീങ്ങളെ കളിയാക്കാൻ, മുസ്ലിം ഉമ്മത്തിനെ പരിഹസിക്കാൻ ഞാനായിട്ട് ഒരവസരം നിങ്ങൾക്ക് നൽകുകയില്ല എന്ന് തീരുമാനിച്ചു. മരണമാണെങ്കിൽ മരണം. പക്ഷേ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്തു, റബ്ബേ ലാ തുശ്മിത് ബിയൽ അദാ, നിന്റെ മതം സമ്പൂർണമാണ്, നിന്റെ ആദർശം ആകാശലോകത്ത് നിന്ന് സത്യസന്ധനായ പ്രവാചകനിലൂടെ ലോകത്തിന് കൈമാറുകയും ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കുകയും നിന്ന് നീ ആഗ്രഹിച്ച മതമാണല്ലോ റബ്ബേ. ആ മതവിശ്വാസിയായി ജീവിക്കുമ്പോ എന്റെ ആദർശം കളഞ്ഞുകുളിച്ചു എന്ന്, ഇസ്ലാം കളഞ്ഞുകുളിച്ചു എന്ന് ശത്രുക്കൾ ഒരിക്കലും കാണരുത്, ഒരിക്കലും അറിയരുത്, ഒരിക്കലും ചിന്തിക്കരുത്. അതിനവസരം കൊടുക്കാതിരിക്കാനാണ് എനിക്ക്
പന്നിമാംസവും മദ്യവും ഹലാലായ ഒരു അവസരത്തിൽ പോലും ഞാനത് തൊടാതിരുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹമി ചരിത്രത്തിലെ അതുല്യ മാതൃകയാണ്. ഒരിക്കലും കാണാനും പ്രയാസമുള്ള, ചരിത്രത്തിൽ വളരെ അല്പം മാത്രം തുല്യമായ സംഭവങ്ങളുള്ള, സമാനതകളില്ല എന്ന് തന്നെ പറയാൻ പറ്റുന്ന സംഭവമാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. ആധുനിക ചെറുപ്പക്കാരൻ ഒരു കൂശലുമില്ലാതെ കള്ളു വാങ്ങി മടിയിൽ വെച്ച് പോരുമ്പോ, ആളുകൾ കാണുകയും കാണാതെയും അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ ഹലാലാണോ അല്ലേ എന്ന് പോലും നോക്കാതെ വാരി വിഴുങ്ങുന്ന സമയത്ത് ആധുനിക മുസ്ലിമിന്റെ മുമ്പിലാണ് തീജ്വാല പോലെ ജ്വലിക്കുന്ന മാതൃകയായി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ആദർശ ധീരത കണ്ടപ്പോ അവരെ കൊല്ലാൻ തോന്നിയില്ല കൈസർ രാജാവിന്. അത് അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു. അവസാനം പറഞ്ഞു, അബ്ദുല്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടാം. എന്റെ നെറ്റ് നിങ്ങൾ ചുംബിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. അബ്ദുല്ല റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഒരു കാര്യം പ്ലാൻ ചെയ്തു. ഒരു ശത്രുവിന്റെ നെറ്റ് ചുംബിക്കുന്നത് എന്തിന്? എന്റെ ജീവൻ രക്ഷിക്കാനോ? വേണ്ട. ചോദിച്ചു, ഞാൻ നിങ്ങളുടെ നെറ്റ് ചുംബിക്കുകയാണെങ്കിൽ എന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളിൽ ബന്ദികളാക്കപ്പെട്ട 100ഓളം ആളുകളെ നിങ്ങൾ മോചിപ്പിക്കുമോ? എങ്കിൽ ഞാനത് ചെയ്യാം. കീഴടങ്ങി, എനിക്ക് വഴങ്ങി എന്ന് അയാൾക്ക് തോന്നാനാണ് തന്റെ നെറ്റിയിൽ മുത്തം വെക്കണമെന്ന് പറഞ്ഞത്. അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, റബ്ബേ, എന്റെ ഒരു ജീവന്റെ വിഷയമല്ല ഇത്. 100ഓളം സ്വഹാബിമാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാഫിറിന്റെ നെറ്റിയിൽ ചുംബിച്ചെങ്കിൽ എന്താ? അങ്ങനെ മഹാനവറുകൾ കൈസറിന്റെ നെറ്റിയിൽ ചുംബിച്ചു. 100ഓളം സ്വഹാബിമാർ അവിടുന്ന് മോചിതരാകുന്നു. പോരുന്ന നേരത്ത് 30,000 ദീനാറും 300ഓളം അടിമകളും 300 അടിമ സ്ത്രീകളെയും സമ്മാനമായി കൊടുക്കുകയാണ് ഈ രാജാവ് ചെയ്തത്. ആദർശം പണയം വെക്കാതെ ജീവിച്ചപ്പോ 30,000 സ്വർണ്ണ നാണയം, 30,000 ദീനാർ, 30,000 ദീനാർ സ്വർണ്ണ നാണയവും 300 വസീഫ, നല്ല കാണാൻ ഭംഗിയുള്ള 300ഓളം അടിമകളെയും 300ഓളം അടിമ സ്ത്രീകളെയും ഇസ്ലാമിക ലോകത്തിന് വേണ്ടി സമ്മാനമായി കൊടുത്തു. ഈ ആദർശ ധീരത കണ്ടപ്പോ ഈ സംഭവം മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ, ലോക പ്രശസ്തരായ ഇമാമുന ദഹബിയെ പോലെയുള്ള ഹിശാം തങ്ങളെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ ഈ സംഭവം രേഖപ്പെടുത്തുകയാണ്. മദീനയിലേക്ക് കടന്നു വരികയും ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. മദീനയുടെ അതിർത്തികളിലേക്ക് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹുദാഫ, നിങ്ങൾ ചെയ്ത ത്യാഗം വല്ലാത്തൊരു ത്യാഗമാണ്. 2 സ്വഹാബിമാർ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ടാണ് തിളച്ചു പറയുന്ന എണ്ണയിൽ വീണ് ഷഹീദായത്. നിങ്ങളുടെ കൈകാലുകളിലേക്ക് അമ്പെറിഞ്ഞിട്ട് പോലും, പ്രലോഭനങ്ങൾ ചെയ്തിട്ട് പോലും, പ്രകോപനങ്ങൾ ഇളക്കി വിട്ടിട്ട് പോലും ആദർശം പണയം വെക്കാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരു ശഹ്വത്തിന് വേണ്ടിയും ശരീരത്തിന്റെ വികാരങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തിക മോഹങ്ങൾക്ക് വേണ്ടിയോ ജീവനെ പേടിച്ചുകൊണ്ടോ ആദർശം പണയം വെക്കാതെ ആ രാജാവിന്റെ തല നിങ്ങൾ ചുംബിച്ചത് 100ഓളം സ്വഹാബിമാരെ രക്ഷപ്പെടുത്താനാണെങ്കിൽ ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫിൽ മദീന, മദീനയിൽ ജീവിക്കുന്ന ഓരോ പുരുഷനും ഓരോ ആണും അയ്യുഖബ്ബില ജബ്ഹത ഹുദാഫ, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ ഇബ്നു ഹുദാഫയുടെ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ നെറ്റിയിൽ ഓരോ മദീനക്കാരനായ മുസ്ലിമും ചുംബിക്കണം എന്ന് പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജാവിന് കൊടുത്ത ഒരു ചുംബനത്തിന് പകരം അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ നെറ്റിയിൽ ചരിത്രത്തിന്റെ അതുല്യ മാതൃകയിൽ മദീനക്കാർ മുഴുവനും ഉമ്മ വെച്ച സംഭവം വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചപ്പോഴാണ്.